അപ്പോൾ മച്ചാന്മാരെ നമ്മളിന്നൊരു കൺസീൽ ഫ്ലഷ് ടാങ്ക് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം നമുക്കിവിടെ ഉള്ളത് ജാഗ്വാറിൻ്റെ ഫ്ലഷ് ടാങ്കാണ്. നമുക്ക് ആദ്യം ഇതിനൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്ലഷ് ടാങ്ക്. ഇത് വരുമ്പോൾ നമുക്ക് ഹാഫ് ഫ്രെയിം ഫ്ലഷ് ടാങ്കാണ്. ഫ്ലഷ് ടാങ്കിൻ്റെ പാക്കിംഗ് എല്ലാം നല്ല പക്കയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് നമുക്ക് 4x3 ബുഷാണ്. നമ്മൾ 4 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സിൽ വയ്ക്കുന്നത്. ഇത് നമ്മുടെ ബെൻഡ് പൈപ്പാണ്. ഇതിൻ്റെ ക്യാപ്പ്. ഇത് നമ്മൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഇതാ 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇത് നമ്മുടെ ത്രെഡ് റാഡാണ്. നമുക്കിവിടെ ടൈറ്റ് ചെയ്യേണ്ടത് ക്ലോസറ്റ് പിടിപ്പിക്കേണ്ട റാഡാണ്. ഇത് നമുക്ക് 19mm നെറ്റും ബോൾട്ടും വാഷറും എല്ലാം വരുന്നുണ്ട്. ഫിഷറൊക്കെ വരുന്നുണ്ട് ഫ്ലഷ് ടാങ്ക് പിടിപ്പിക്കാൻ വേണ്ടി. ഇത് 1.25 ഇഞ്ചിൻ്റെ വാഷർ. അതുപോലെ ഇത് നമ്മൾ 1.25 ഇഞ്ചിൽ അടയ്ക്കേണ്ട ക്യാപ്പാണ്. ഇതിങ്ങനെ ഒരു ലോക്കിംഗ് സിസ്റ്റമാണ്. ഇങ്ങനെ എടുത്തിട്ട് താഴോട്ട് നാക്കിയാൽ മതി. ഈ 2 ഗ്യാപ്പിൽ വരുന്ന ലോക്കായിക്കോളും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കാണുമ്പോൾ ബ്രാസ്ലെറ്റ് MD ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തൊന്നും വേറെ ടൈറ്റ് ചെയ്യാനൊന്നുമില്ല. നമ്മളിത് ടൈറ്റ് ചെയ്യുന്നത് വാട്ടർ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി 3/4 CPS ബ്രാസ്ലെറ്റ് എൽബോ ആണ് ടൈറ്റ് ചെയ്യുന്നത്. ഇതിൽ കറക്റ്റായി മുകൾ ഭാഗത്താണ് നമ്മൾ വാട്ടറിൻ്റെ ഇൻലെറ്റ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഗ്രോയ്ക്കാണെങ്കിൽ നമുക്ക് ഏത് സൈഡ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് അവർ തന്നെ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തൊന്നും CPS സോൾവെൻറ്റോ ടെഫ്ലോൺ ടൈപ്പ് ഒന്നും ആവാതെ നോക്കിക്കൊള്ളണം. നമ്മൾ വലേ സൈഡ് ഹെൽത്ത് സെറ്റും ഇടേ സൈഡാണ് നമ്മൾ സ്റ്റോക്കൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ എൽബോ നമ്മൾ ഈ സൈഡോട്ടാണ് തിരിച്ച് വയ്ക്കുന്നത്. നമ്മൾ ഈ കാണുമ്പോൾ പൊസിഷനിൽ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് നമ്മളിവിടെ എടുത്ത ക്ലോസറ്റിൻ്റെ അളവെന്ന് വെച്ചാൽ റാക്ക് ബോൾട്ടിൻ്റെ അളവ് നമ്മൾ ഈ ഫസ്റ്റത്തെ ഹോൾ ഇടാനാണ്. അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ 7 ഇഞ്ച് കിട്ടും. ഇത് രണ്ടാമത്തെ ഹോൾ വരുമ്പോൾ 9 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്ലോസറ്റ് 7 ഇഞ്ചിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.